പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കുറച്ച് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇൻഡോറിൽ ആണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ പുറത്തിരുന്ന ചെടിയാണ്. ഈ കാർ ഷെഡിൽ ഇങ്ങനെ വെയിൽ കൊള്ളാതെ ഇങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കമ്പുമ്മ ആണിത് ചെയ്തിട്ടുള്ളത്. ഒരു കമ്പ് ഒരു ഉണങ്ങിയ കൊള്ളിയാണിത്. ആ കൊള്ളിമ്മലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻഡോർ ചട്ടി കേട്ടോ. ഇതിലൊരു ബ്ലാക്ക് പോട്ട് ഇന്നറായിട്ടുണ്ട്. ഔട്ടർ ഒരു വൈറ്റ് ചട്ടിയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഉണങ്ങിയ കമ്പുമ്മ അതിങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല ഇതിൽ ഇതിപ്പോൾ ചുറ്റി വളർന്നുണ്ടാകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു ചെടിയാണ്. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന, കാണാൻ നല്ല ഭംഗി ഉള്ളൊരു ചെടി തന്നെയാണിത്. നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കട്ടെ. നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. പിന്നെ ഇൻഡോറായി ചെയ്തിട്ടുള്ള നമ്മൾ ഈ മീനിൻ്റെ ഈ ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ, ഈ ഒരു അക്വേറിയം ചെറുത്, ഒരു ഗ്ലാസിൻ്റെ ഒരു ടിന്ന്. ഇതിൽ ഗ്ലൂ ഫിഷാണ് കേട്ടോ, 2 ഉള്ളൂ. ഇതിൻ്റെ ഗ്രീൻ കളറും യെല്ലോ കളറും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നവരൊക്കെ നമ്മൾ കൊടുത്തിടും. അപ്പോൾ ഇതിൽ നമ്മൾ ചെടികൾ ചെയ്തിട്ടുള്ളത് ഈ വെള്ളത്തിൽ ചെടീൻ്റെ കമ്പ് മുറിച്ചിങ്ങനെ നട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു കളർ കുറച്ച് കഴിഞ്ഞാൽ കളറാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ല വേര് പിടിക്കും കേട്ടോ. നമുക്ക് അതിൻ്റെ വേര് ശരിക്കും കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ മണി പ്ലാന്റ് ഉണ്ട്. അതും ഇതിൽ നല്ല വേര് പിടിക്കും കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ വെള്ളത്തിലിട്ടാൽ മതി. എന്നാൽ ഈ മീനുകൾക്ക് ഇത് നല്ലൊരു തന്നെയാണ് കേട്ടോ. അത് ഇതിൽ ഈ പായൽ പിടിക്കുക, അതേമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ചെടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പായൽ ഇതിൻ്റെ വേരുമ്പോൾ പിടിച്ച് നമുക്ക് അതൊന്ന് എടുത്തൊന്ന് കഴുകിയാൽ മതി. അതൊക്കെ നമ്മൾ ഈ ഒരു അലുമിനിയം കമ്പിമേൽ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ നടുവിലൊക്കെ ഇങ്ങനെ നിർത്താൻ നമുക്ക് ഇത് ഒരു ക്ലിപ്പ് ഇത് അലുമിനിയത്തിൻ്റെ കമ്പി കൊണ്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് തൂക്കിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിങ്ങനെ നിൽക്കുന്നതായിട്ട് വരും. അത് ഈ നടുത്തതിന് വേര് വന്നിട്ടില്ല കേട്ടോ. ഇത് ഈ CC പ്ലാന്റൊക്കെ വേര് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിറയെ വേര് വന്നിത് നമുക്കിപ്പോൾ മണ്ണിൽ വെക്കണ അതേമാതിരി തന്നെ അത് വളരും കേട്ടോ. ഈ മീനിൻ്റെ നമ്മൾ ഈ മീനിന് തീറ്റ കൊടുക്കുള്ള അതിൻ്റെ ഈ കാഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ഇത് ചാടിയിട്ട് നല്ല ഹെൽത്തിയായിട്ട് നമ്മൾ മണ്ണിലുള്ള അതേമാതിരി തന്നെ ഇതിൽ വളരും കേട്ടോ. നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മളിത് ഒന്ന് ഇടയ്ക്കൊന്ന് ഇതിലൊന്ന് ഈ ഇലക്കൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇത് വളരും. എന്നാൽ ഈ ചളിയൊക്കെ ഒന്ന് പോകാനും പൊടിയൊക്കെ പോകാനും സ്പ്രേ ചെയ്താൽ മതി. ഇത് ബിഗോണിയ കേട്ടോ. ബിഗോണിയും വെള്ളത്തിൽ വേര് വരും കേട്ടോ. ഇത് ഇതിൻ്റെ ബാക്ക് റെഡ് കളറും കുറച്ച് ഇത് ഒരു സിൽവർ കളറായിട്ടാണ് അതിൻ്റെ പുറം ഭാഗമുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെള്ളം ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഇലകൾക്കൊക്കെ ഒന്ന് എന്നാൽ പെട്ടെന്നൊരു വളർച്ചക്ക് നല്ലതാണ്. പിന്നെ ഇതിന്മേൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും ഒക്കെ നല്ല ഈ വെള്ളം സ്പ്രേ ചെയ്യും. ഞാൻ ഡെയിലി ഒരു പ്രാവശ്യമാണ് ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കൂടുതലായിട്ടൊന്നും സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ഇലക്കൊക്കെ ഒന്നിങ്ങനെ ഇല ഇങ്ങനെ നനഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ ഈ മഴയൊക്കെ പെയ്തിങ്ങനെ നിൽക്കണ മാതിരിയാണ് നമുക്ക് ഈ ഇലേൻ്റെ ഇതിലൊക്കെ ലീഫിലൊക്കെ ഇങ്ങനെ തുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഈ ഇത് നല്ല വേര് പിടിക്കണം കേട്ടോ. വെള്ളത്തിൽ വെറുതെ വെച്ചാൽ മതി. അതിന് വേറെ നമ്മൾ ഒരു മെഡിസിനോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറും വെള്ളത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ക്ലിപ്പ് അലുമിനിയത്തിൻ്റെ ക്ലിപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്മേൽ തൂക്കിയിടാം. ഇതിപ്പോൾ ഈ ടാങ്കിൻ്റെ സെൻറ്ററിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അതതിൻ്റെ വേര് നിങ്ങൾക്ക് ശരിക്ക് കാണാം. അതിൻ്റെ വേര് കണ്ടില്ലേ,
നന്നായിട്ട് വേര് പിടിക്കട്ടോ ഇങ്ങനെ വെള്ളത്തിൽ. ഇത് ഇനി ഇതിലോട്ട് പടർന്ന് പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ അടിയിൽ തട്ടിട്ടോ. ഇനിയിപ്പോൾ ഇതൊരാഴ്ച കൊണ്ട് ഈ വേര് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ പടരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം മാറ്റൽ ചെറിയൊരു പൈപ്പ് കൊണ്ട് ഇതിൻ്റെ ഈ കാഷ്ടം മീനുകളെ കാഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ പൈപ്പിന് ഇങ്ങനെ പിടിച്ചിട്ട് കളയാം. ഫുള്ള് നമ്മളിത് വെള്ളം മാറ്റലില്ല. ഒരു പിന്നെ ഡെയിലി ഒരു അര ടാങ്ക് വെള്ളം എന്ത് ചെയ്യുന്നു ഒഴിവാക്കി കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൽ ഫില്ല് ചെയ്യുകയും ചെയ്യും കേട്ടോ. അല്ലാതെ ഫുള്ള് നമ്മൾ വെള്ളം ഒഴിവാക്കണ്ടേ. ഫുള്ള് വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് അതിൽ നടക്കുമ്പോൾ മീനുകൾ ചത്തു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഇത് കണ്ടില്ല, ഇവിടെ പിന്നെ ഇത് CC പ്ലാന്റാണ് കേട്ടോ. അതിനൊരു ജന്തു വന്ന് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ, ഒരു പുൽച്ചാടി വന്നിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഈ രാത്രിയൊക്കെ പിന്നെ അത് ഓണാക്കി പിന്നെ ലൈറ്റൊക്കെ ഓണാക്കുമ്പോഴേ അപ്പോൾ ഇതാണ് ഇതിനിങ്ങനെ ഒരു ദിവസം ഈ വേലൻ്റെ ഇതിനൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊരു സ്പ്രേ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് വെള്ളം ഏറിയിട്ട് കുഴപ്പമില്ല. ഇതിൻ്റെ അടിയിലൊരു കണ്ടെയ്നറാണ്, അതിൽ വെള്ളം സ്റ്റോർ ചെയ്യും. പിന്നെ ഒരു ഇൻഡോർ ചട്ടിയാണിത്, പിന്നെ ഇൻഡോർ പോട്ട്. അങ്ങനെ നമുക്ക് അതിൻ്റെ വെള്ളം എത്ര ഏറിയാലും കുഴപ്പമില്ല. ഇതിൽ നമുക്കൊന്ന് ഇങ്ങനത്തെ കല്ലുകളൊക്കെ എന്നിട്ട് ഭംഗിയാക്കിയാൽ കാണാൻ നല്ലൊരു ഭംഗിയാക്കാം. ഇതിന് വലിയൊരു പിന്നെ വെള്ളമൊന്നും വേണ്ട. ഡെയിലി ഒരു കുറച്ചൊന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമാതിരി ഇത് പിന്നെ ശരിക്കും വളർന്നോളും. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് പിന്നെ ഒരു ഫുള്ള് നമ്മൾ ഇത് പിന്നെ ഇൻഡോറായിട്ട് തന്നെ വെക്കണം. ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല കേട്ടോ. ഇതിൽ തന്നെ നിന്ന് പിന്നെ അത് നശിച്ചു പോകുന്നില്ല. മറ്റേ മണ്ണിലാണെങ്കിൽ നമ്മൾ ഇതിൽ പിന്നെ ചിലപ്പോൾ അത് പിന്നെ നശിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ കണ്ടില്ല ഈ ഐഗ്ലോ ഫിഷാണെന്നാണ് ഇതിൻ്റെ അവിടെ നമ്മൾ വാങ്ങിയപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീല ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ലൈറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ പല കളറും വരും കേട്ടോ. നല്ലൊരു ഗിൽറ്റ് കളറൊക്കെ ആയിട്ട് മയിലിൻ്റെ കളറും പല കളറും ഈ മീൻ ആയി വരും. നമുക്കൊരു നീല ലൈറ്റ് നല്ലൊരു നീല പിന്നെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതൊരു ടോർച്ച് അതിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പിന്നെ അങ്ങനെ അടിച്ചു കൊടുത്താൽ അത് ആ മീനിന് വേറൊരു റിഫ്ലക്റ്റ് കളറ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റെഡ് കളറുള്ള നീല കളറൊക്കെ ആയി മാറും മീൻ. രാത്രി അത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പിന്നെ പിന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. ഞാനിതിപ്പോൾ കുറേ ദിവസമായി ഇത് വെച്ചിട്ടോ. ഇത്രയും പിന്നെ വേരൊക്കെ വന്ന് ഇത് വന്നിട്ടുണ്ട്. ഇതിന് എനിക്കിതുവരെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. മീനുകൾക്കൊരു കുഴപ്പമില്ല. നമ്മൾ മീനത് സ്വന്തമായിട്ട് ഇട്ടപ്പോൾ ഇതിന് മീൻ ചത്തുപോയിട്ടോ. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞാണ് ഇങ്ങനെ മരങ്ങളൊക്കെ പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ വേര് പിടിപ്പിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് നല്ലൊരു പിന്നെ ഹെൽത്തി ആയിട്ട് മീനുകളൊരു കുഴപ്പമില്ലാതെ വളരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. മീനിന് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. ആ മീൻ അടിയിൽ ഇങ്ങനെ പോയിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാതെ ആരോഗ്യമുള്ള മീനാണ്. ആരോഗ്യം കുറയുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ അവർക്കൊരു പ്രശ്നമില്ല നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സ്പ്രേ ചെയ്യണത് കേട്ടോ. ഇത് ഈ ഒരു മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒരു പിന്നെ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഈ ഒരു സ്പ്രേയറായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. വലിയൊരു പിന്നെ ഇതിന് ആ ഒരു സ്പ്രേയറിന് പിന്നെ കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ ഇവിടെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വലിയൊരു ടാങ്ക് വെക്കണം എന്നിങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മളത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കിയിട്ട് വലിയൊരു ടാങ്ക് വെക്കാനാണ് പിന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോറി കേട്ടോ, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ വീണ്ടും നാളെ
ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.